ദി കൺവേർട്ട് ഈ ഒരു സിനിമ കാണുന്നതിന് മുമ്പ് ഞാൻ ആലോചിച്ചിട്ടാണ് പോയി കണ്ടത്. കാരണം ഈ സിനിമ ലാഗായിരിക്കും, കുറച്ച് ഇഴച്ചിലായിരിക്കും എന്ന് എനിക്കറിയാമായിരുന്നു. ആ ഒരു റിസ്ക് എടുത്താണ് ഞാൻ കണ്ടത്. പക്ഷേ കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഒരു 2 മണിക്കൂർ വർത്തായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ആ ഒരു 1830കളിലെ സ്റ്റോറി പറയുന്നൊരു സിനിമ, ആ ഒരു വിഷ്വൽ ബ്യൂട്ടി, ആ ഒരു പ്രസൻറ്റേഷൻ, കുറച്ച് ലാഗൊക്കെ ഇതിനകത്ത് വരും, അത് സ്വാഭാവികമാണ്. ഇത് എവരി വൺസ് കപ്പ് ഓഫ് ടീ ആണെന്ന് ഞാൻ പറയില്ല. കാരണം ചിലർക്ക് ഈ സിനിമയുടെ ആദ്യത്തെ 5 മിനിറ്റ് കാണുമ്പോഴേ ബോറടിക്കും. പക്ഷേ നിങ്ങൾ കണ്ടു തീർക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബോറടി വർത്താണെന്ന് ഫീൽ ചെയ്യും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ 1830കളിലെ ഒരു ന്യൂസിലൻഡ് ഐലൻഡായിട്ടുള്ള എപ്പുറത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്ന കഥയാണ്. അവിടുത്തെ ഒരു ബ്രിട്ടീഷ് കോളനി, അന്ന് രാജാക്കന്മാർ വില്യം എന്താണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ടൈമിൽ. അപ്പം അവിടേക്ക് തോമസ് മൺറോ എന്ന് പറയുന്ന ഒരു ഫോർമർ സോൾജിയർ പ്രീച്ചറായിട്ട് വരുന്നു, അല്ലെങ്കിൽ ഒരു പള്ളിയിൽ അച്ഛനായിട്ട് വരുന്നു, അവിടുത്തെ ചർച്ചിലെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. അപ്പം അവിടെ വരുന്ന ഈ ഒരു തോമസ് മൺറോ എന്ന് പറയുന്ന ക്യാരക്ടർ ഈ എപ്പുറത്തിലെ ഒരു വലിയ ട്രൈബുണ്ട്, മൗറി എന്ന് പറയുന്ന ട്രൈബ്. ആ ട്രൈബിലെ 2 ക്ലാൻസ് തമ്മിലുള്ള വാറിനിടയിൽ അകപ്പെട്ടു എന്നല്ല, പുള്ളി അതിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. അപ്പം പുള്ളി ഈ ഒരു വാറിനെ സോൾവ് ചെയ്യുക. ഈ മൺറോ എന്ന് പറയുന്ന ക്യാരക്ടർ പുള്ളി പണ്ട് പുള്ളിയുടെ പാസ്റ്റിങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, സോൾജിയറായിരുന്ന സമയത്ത് പുള്ളി ചെയ്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഹോണ്ട് ചെയ്ത് ഒരു റിഡംഷന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പുള്ളി ഒരു സമാധാനമാണ് നല്ലത്, ഈ വാർ എങ്ങും എത്തില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് ഇവരെ കൂടെ, ഈ ഒരു ട്രൈബിനെ കൂടെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ ഈ ഒരു അതിലൊരു ട്രൈബിലെ ആ ഒരു ട്രൈബിലെ ഒരു ക്ലാനിലെ വലിയ ലീഡറിൻ്റെ മകൾ പുള്ളി രക്ഷിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ ഷാർലറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. പുള്ളിക്കാരി ഒരു ട്രാൻസ്ലേറ്ററാണ്. ഈ ട്രൈബും മൺറോയും തമ്മിൽ സംസാരിക്കുന്നത് പുള്ളിക്കാരി വഴിയാണ്. അങ്ങനെ സംസാരിക്കുന്നു, ഈ ഒരു പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക, ഈ 2 ക്ലാൻ തമ്മിലുള്ള വാറ് എങ്ങനെ അവസാനിപ്പിക്കാമെന്ന് ശ്രമിക്കുന്നു. ഇതിനിടയിൽ കൂടെ ബ്രിട്ടീഷുകാർ വന്നിട്ട്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് എന്ന് നമുക്കറിയാവുന്നതാണ്, അവരെങ്ങനെയും കുത്തിത്തിരിപ്പുണ്ടാക്കി 2 പേരും തമ്മിലടി ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അവരവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. പക്ഷേ മൺറോ എന്ന് പറയുന്ന ക്യാരക്ടർ പുള്ളി എങ്ങനെ ഇത് സോൾവ് ചെയ്യുക, ഇതിനെ സോൾവ് ചെയ്തിട്ട് ഇവരെ ഒരുമിച്ച് കൊണ്ടുപോവുക, ആ ഒരു ട്രൈബിനെ അങ്ങനെ കൊണ്ടുപോകുക എന്നുള്ള രീതിയിൽ ശ്രമിക്കുന്നു. അത് അവസാനം എങ്ങനെയായി തീരും, വലിയ യുദ്ധമായി തീരുമോ എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിച്ചിരിക്കുന്നു. അങ്ങനെ പോകുന്നത്. ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിൻ്റെ വിഷ്വൽസാണ്. വിഷ്വൽസ് ഭയങ്കര രസമാണ്. കാരണം ഇത് കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ദ്വീപ്. അപ്പം ഈ കടലിലെ വിഷ്വൽസ്, കാടിൻ്റെ ബ്യൂട്ടി, പിന്നെ ഇവരുടെ ആ ഒരു ട്രൈബൽ സാധനങ്ങൾ, ഇതിനകത്തെ ഡയലോഗ്സ്, പല ഡയലോഗ്സും ഈ ഞാൻ പറഞ്ഞ പോലെ ഈ മൗറി എന്ന് പറയുന്ന ട്രൈബിൻ്റെ ലാംഗ്വേജിലാണ്, മൗറിയിലാണ് സംസാരിക്കുന്നത്. അപ്പം നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ ഈ ട്രാൻസ്ലേറ്റർ പറയണം. സബ് ടൈറ്റിൽസ് വളരെ കുറവാണ്. കാരണം സബ് ടൈറ്റിലില്ല. നമ്മൾ ഈ ഒരു തോമസ് മൺറോ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ പെർസ്പെക്റ്റീവിൽ നമ്മൾ ഈ ഒരു സാധനം കാണണം എന്നുള്ളതുകൊണ്ട് തന്നെ ആ ഒരു ഡയലോഗ്സ് ട്രാൻസ്ലേറ്റർ പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ. അല്ലാണ്ട് അവർ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും അവിടെ സബ് ടൈറ്റിൽ കൊടുക്കില്ല. പുള്ളിക്കാരി നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്നുണ്ട്, അപ്പോൾ സബ് ടൈറ്റിൽ കാണിക്കും. അതായത് ആ ഒരു ഭാഷയെ പറ്റിയിട്ട് അറിയാത്ത ഒരാൾ ചെന്ന് കഴിഞ്ഞാൽ എന്തവസ്ഥയായിരിക്കും എന്നുള്ള സാധനമാണ് ഇതിനകത്ത് കാണിച്ചു പോകുന്നത്. അപ്പം ഇവരുടെ ആ ട്രൈബിനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ട്രൈബ് എങ്ങനെയാണ്, ട്രൈബിന് എന്തൊക്കെയാണ് ഇവരുടെ റൂൾസ്, അല്ലെങ്കിൽ ട്രൈബ് എങ്ങനെയാണ് ജീവിച്ചു പോകുന്നത്, അങ്ങനെ കുറേ സാധനങ്ങൾ. ഇതിനിടയ്ക്ക് ബ്രിട്ടീഷുകാർ ഇവരുടെ വന്ന് ട്രേഡ് ചെയ്യുന്നു, അങ്ങനെ കുറേ സാധനങ്ങൾ. ഈ വിഷ്വൽ ബ്യൂട്ടി, ഇതിൻ്റെ സ്ക്രിപ്റ്റിങ്ങും ഭയങ്കര രസമാണ്. കാരണം ഇത്രയും സ്ലോ പേസിൽ പോകുന്നൊരു സിനിമയാണെങ്കിൽ നമുക്ക് ബോറടിക്കില്ല ഒരു സീനിൽ പോലും. കാരണം ഇതിനകത്ത് ഫസ്റ്റ് സീൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കി ഇത് നല്ല രീതിയിലാണ് പോകുന്നത്. നമുക്ക് ഒരു ആദ്യത്തെ 5 മിനിറ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഒരു സിനിമ എങ്ങനെ പോകും എന്നുള്ളത്. ആ ആദ്യത്തെ ഒരു 5 മിനിറ്റിൽ എന്തൊക്കെയോ സംഭവിക്കാനുണ്ട് ഇനി എന്നുള്ളത് നമ്മളെ ആദ്യമേ കാണിച്ചു തരുന്നു. പിന്നെ ഈ ഒരു അന്നത്തെ കാലത്തെ ബ്രിട്ടീഷുകാരുടെ ട്രൈബുകളുള്ള ആ ഒരു രീതി, കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഈ ട്രൈബിലുള്ള ആരെങ്കിലും ഇവിടുത്തെ സ്ത്രീകളുമായിട്ടൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും പിന്നെ ഉണ്ടാകുന്നത്, അങ്ങനെ കുറേ അന്നത്തെ ആ ഒരു ആൾക്കാരുടെ അവരുടെ ആ ഒരു പ്രൈഡും കാര്യങ്ങളും അതെല്ലാം ഇതിനകത്ത് കാണിച്ചു പോകുന്നുണ്ട്. 2 മണിക്കൂറിൽ ഈ ഒരു സിനിമ വർത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആദ്യമേ പറയുന്നതാണ് ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. പക്ഷേ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടു തീർക്കുകയാണെങ്കിൽ, കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് മിസ്സായിരുന്നെങ്കിൽ ചിലപ്പം ഒരു നഷ്ടമായി പോയേനെ എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് ദ കൺവേർട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ക്ലൈമാക്സ് ഭയങ്കര നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സാണ്. ഞാൻ ഒട്ടും ഇങ്ങനൊരു ക്ലൈമാക്സിന് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. അങ്ങനെ നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സ് ആണ് ഈ ഒരു സിനിമയ്ക്ക് കൊടുത്തിട്ടുള്ളത്. ഇതൊരു പഴയ സ്റ്റോറിയിൽ നിന്ന് എടുത്തിട്ടാണ് ഈ ഒരു സ്ക്രിപ്റ്റൊക്കെ എഴുതിയിട്ടുള്ളത്. എന്തായാലും ഇത് ഒരു അടിപൊളി സിനിമയാണ്. പക്ഷേ ഒരു ഹിസ്റ്റോറിക് സിനിമയൊക്കെ കാണുന്ന ആ ഒരു ഫീലോട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അങ്ങനത്തെ സിനിമകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമയായിരിക്കും ദ കൺവേർട്ട്.